10ഉം 12ഉം പരിപാടികൾ, രാത്രിയും പകലും അതിലൊക്കെ പങ്കെടുത്ത്, ചിലത് മദ്രസ ഉദ്ഘാടനം, ചിലത് പള്ളി ഉദ്ഘാടനം, ചിലത് മഹാസമാഗമ സമ്മേളനങ്ങൾ, സമസ്തന്റെ പരിപാടി, രാഷ്ട്രീയ പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, വിവാഹ ചടങ്ങുകൾ, ഇതിലെല്ലാം പങ്കെടുത്ത് ക്ഷീണിച്ച് മയക്കം ബാധിച്ച് വന്നാലും ഒന്ന് കിടന്ന് മയങ്ങി തഹജ്ജുദിന് വേണ്ടി എണീറ്റ മഹാൻ തന്റെ കയ്യിലുള്ള ചാവിയും പിടിച്ച് പാണക്കാട്ട് പള്ളി തുറക്കാൻ പോയാൽ മുദരിസ് മേലെ കടന്നുറങ്ങുന്നുണ്ടാകും, മുക്കറി റൂമിൽ ഗാഠനിദ്രയിൽ ആണ്ടുപോയിട്ടുണ്ടാകും. പക്ഷേ ഈ കുറിയ മനുഷ്യന്റെ തലയിലുള്ള ആ കറുത്ത തൊപ്പിയുമായി ആ ഇരുണ്ട വെളിച്ചത്തിൽ കയ്യിൽ പിടിച്ചിട്ടുള്ള ചെറിയ വെളിച്ചത്തിന്റെ സഹായത്തോടെ പള്ളിയിൽ വന്ന അകത്തെ പള്ളിയുടെ ഒരു മൂലയിൽ തഹജ്ജുദ് സ്കരിച്ചുകൊണ്ട് അള്ളാന്റെ കലാമ് കയ്യിൽ പിടിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് കണ്ടാൽ കണ്ടുനിന്നവന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നതാ. അത്ര ജമാഅത്തിന് കാർക്കശ്യമുള്ള, പള്ളിയുമായി ബന്ധമുള്ള, ആ പള്ളിയിലുള്ള നിസ്കാരവും ദുആയൊക്കെ കഴിഞ്ഞ് പുറത്താണ്ടിറങ്ങിയാൽ പിന്നെ ഒരു പട ജനങ്ങളാണ്. അതിൽ നെറ്റത്ത് കുറിയുള്ള ആളുണ്ടാവും, നെറ്റത്ത് നിസ്കാരത്താമ്പുള്ള ആളുണ്ടാവും, കഴുത്തിൽ കുരിശിന്റെ മാലുള്ള ആളുകൾ ഉണ്ടാകും. ചില ആളുകൾ ഒരു ഒപ്പ് കിട്ടാൻ, ചില ആളുകൾ വറക്കത്തിന് ഒരു 10 റുപ്യ കിട്ടാൻ, ചില ആളുകൾ നാട്ടിലുള്ള മദ്രസ തുറക്കാൻ തങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ക്ഷണിക്കണില്ല, അവിടുത്തെ സമ്മതം കിട്ടാൻ, ചില ആളുകൾ മാരക രോഗികളായ കുട്ടികളുമായി പുറത്തിറങ്ങിയാൽ തങ്ങൾ കാണുന്നത് ഈ രംഗാണ്. പുറത്താണ്ട് ഇറങ്ങിയാൽ പിന്നെ തങ്ങളിങ്ങനെ നടക്കുമ്പോൾ കൂടെ ഒരു പട നടക്കുകയാണ്. ഈ പ്രോജ്വലമായ പൂർവാഹന പവിത്ര സമാഗമത്തിൽ SYSന്റെ പൊതുപ്രവർത്തനത്തിലുള്ള നമ്മുടെ ആത്മീയ ആചാര്യനായിരുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവസരം കിട്ടി. കാത്തിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ, അവരുടെ സഹോദരന്മാർ, സ്ഥാപനത്തിൻ്റെ കാവൽഭടന്മാർ, ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, പ്രയോക്താക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമത്തിനുള്ള സബബായി സ്വീകരിക്കട്ടെ. ദീർഘമായുള്ളൊരു പ്രസംഗം ഉദ്ദേശിക്കുന്നുമില്ല. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ പൂക്കോയ തങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിലുള്ള അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ഇലാഹിയായ തെരഞ്ഞെടുപ്പാണ്. എന്നേക്കുമുള്ള അനശ്വര സ്മരണയാണ്. നല്ലതിനു വേണ്ടി നല്ലവരുടെ പേരിൽ നല്ലവരാൽ ആദരിക്കപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ സൂചനയും പരലോക പ്രതാപത്തിൻ്റെ ലക്ഷണവുമാണ്. എന്തുകൊണ്ടും അതിന് അർഹനാണ് പൂക്കോയ തങ്ങൾ എന്ന് ഞാൻ പറയാതെ എന്നേക്കാൾ നിങ്ങൾക്കും നമ്മളെക്കാൾ അവരറിയുന്ന ആളുകൾക്കൊക്കെ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലാകുമ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു വ്യക്തിയല്ല, ഒരു പ്രപഞ്ചമായിരുന്നു, ഒരു വലിയ ഓർമ്മയായിരുന്നു. മറ്റൊരർത്ഥത്തിൽ ഒരു നോവാണ്, വേറൊരർത്ഥത്തിൽ ഒരു രോധനമാണ്, വേറൊരർത്ഥത്തിൽ അള്ളാഹു കേരളത്തിന് തന്നൊരു അവാർഡാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അവരുടെ പേരിലാണ് ഈ അവാർഡ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുള്ള സംഗമമായി നമ്മുടെ ഈ സംഗമം സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറാനും, രോഗങ്ങൾ തീരാനും, കടങ്ങൾ വീടാനും, ആഫിയത്തുള്ള സുദീർഘായുസ് അവൻ്റെ ത്വാഴത്തിലും ആഫിയത്തിലും സന്മനസ്സിലും സന്തോഷത്തിലും ഈ ലോകത്ത് കിട്ടാനും, പരലോകത്ത് ഹബീബിൻ്റെ ജിവാറിൽ പാർപ്പിടം കിട്ടാനും അള്ളാഹു ഇതൊക്കെ കാരണമായി സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും അഹ്ലു ബൈത്തിനെ ശ്രേഷ്ഠ പ്രമാണമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ ളുഹായുടെ ആരംഭം തന്നെ അവരെ വെച്ചുകൊണ്ടാണ് സത്യം ചെയ്തത്. വല്ലുഹ, അഹ്ലു ബൈത്തിലെ ആണുങ്ങൾ തന്നെയാണ് സത്യം. വല്ലൈലി, അഹ്ലു ബൈത്തിലെ പെണ്ണുങ്ങൾ തന്നെയാണ് സത്യം. എന്നിട്ടാണ് പറയുന്നത് മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിങ്ങൾ അള്ളാഹു തിരസ്കരിച്ചിട്ടില്ല, മാറ്റിവെച്ചിട്ടില്ല, നിങ്ങളോട് അള്ളാഹുവിന് ദേഷ്യവുമല്ല. അവിടെ മാ വദ്ദഅക എന്ന് പറഞ്ഞ അള്ളാഹു വമാ ഖലാക എന്ന് പറഞ്ഞില്ല. കല എന്ന ലഫ്ള്, ആ വേർഡ് ഹബീബിലേക്ക് ചേർത്താൻ അള്ളാഹു മടിച്ചു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വാക്കുകളും റസൂലുള്ളാഹിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്ന് ഖുർആൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കല എന്നതെടുത്ത് വമാ കലാക്ക എന്ന് പറഞ്ഞില്ല. അങ്ങനെ കല എന്ന വാക്കിന്റെ അവിടെ റസൂലിനെ കൊണ്ടുവരണ്ട എന്ന് അള്ളാഹു കരുതുകയാണ്. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു ഉപദേശവും കൂടിയാണ്.
ആ ഹബീബിന്റെ മക്കൾ എന്നത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്, സമാർജിത സ്വത്തല്ല, ഇലാഹിയായ വഹബിയായ ഒരു സ്വത്താണ്. പോക്കോയ തങ്ങൾ അപേക്ഷിച്ചിടത്തോളം ആ വഹബിയായ ഇലാഹിയായ തെരഞ്ഞെടുപ്പിന്റെ ഔദാര്യ സ്വത്തിന്റെ പേരിലല്ല ഈ അവാർഡ്, അവരുടെ സമാർജിത സ്വത്തിന്റെ പേരിലാണ്. അവരുടെ ജന്മസിദ്ധ സ്വത്തിന്റെ പേരിലല്ല ഈ അവാർഡ്. ജനിച്ചതിന് ശേഷം അവർ കാഴ്ചവെച്ച നിഷ്കളങ്കമായ നിഷ്കപടമായ എല്ലാ വ്യക്തികളിലേക്കും ജാതിമത ഭേദമന്യേ കക്ഷിപക്ഷ ഭേദമന്യേ അവരിൽ നിന്ന് ഒഴുകിയ എന്നെന്നും സ്മരിക്കപ്പെടുന്ന സുഹൃതങ്ങളുടെ പേരിലാണ് ഈ അവാർഡ് എന്നത് തങ്ങളെ നമ്മെ ഏറെ ഇഷ്ടപ്പെടുത്താൻ അള്ളാഹു കാരണമാക്കുന്നുണ്ട്. അള്ളാഹു ഇനിയും പോക്കേ തങ്ങൾക്ക് ഒരുപാട് ആയുസ്സിൽ ശ്രദ്ധിക്കപ്പെടുന്ന സൗഭാഗ്യ സുഹൃതങ്ങൾക്കും അവസരം അവരുടെ അന്തസ്സുള്ള ആയുസ്സിൽ പ്രദാനം ചെയ്യട്ടെ. തങ്ങളുമായി വളരെ നേരത്തെ പരിചയമുള്ള ഒരു മുത്തഅല്ലിം എന്ന നിലയിൽ എൻ്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ വാപ്പ എല്ലാവർക്കും അറിയാം, അവരുടെ പാരമ്പര്യം എല്ലാവർക്കും അറിയാം. സയ്യിദ് അലി ശിഹാബുദ്ദീൻ തങ്ങളാണ് ശിഹാബുദ്ദീൻ ഖബീലയുടെ മലയാളക്കരയിലെ പിതാവ്. ആ അലി ശിഹാബുദ്ദീൻ വളപട്ടണത്ത് റഹിമഹുല്ല വന്നു താമസമർപ്പിച്ചു. അവരുടെ പ്രിയപുത്രൻ സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ അവരെ കണ്ണൂർ അറക്കൽ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും കുടുംബസമേതം കോഴിക്കോട് വന്ന് താമസമർപ്പിക്കുകയും ഇടിയങ്ങരയിൽ അവരൊരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളിക്ക് അവരുടെ പേരിൽ അളിയൻ പള്ളി പിന്നെ ഇളയൻ പള്ളിയായി മാറി അവിടെ ചുറ്റുഭാഗത്തുമായിരുന്നു അവരുടെ ജീവിതം. അവരുടെ 4 മക്കളിൽ വളരെ പ്രധാനപ്പെട്ട സയ്യിദ് മുഹ്ലാർ തങ്ങൾ മലപ്പുറത്തേക്ക് വരികയും ആ സയ്യിദ് മുഹ്ലാർ തങ്ങൾ ഇന്ന് മലപ്പുറം ശുഹദാ പള്ളിയുടെ ഞാൻ അവിടെ ഓതിയിട്ടുണ്ട് അടുത്താണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദ് മുഹ്ലാർ തങ്ങളുടെ കാലത്ത് പാണക്കാട്ടേക്ക് ഈ തങ്ങന്മാരുടെ വേര് വരാനുള്ള ചരിത്രത്തിലെ ചിരടിന്റെ എളിയ ഓർമ്മയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സയ്യിദ് മുഹ്ലാർ തങ്ങൾ വലിയങ്ങാടിയിൽ സേവനം ചെയ്ത് നേതൃത്വത്തിൽ പ്രോജ്വലിച്ച് നിൽക്കുമ്പോഴാണ് പാണക്കാട് നിന്ന് കുറച്ചാളുകൾ വന്നിട്ട് വല്ലാത്തൊരു പരാതി പറഞ്ഞത്. പരാതി വിശദീകരിച്ച് പറയേണ്ടതാണ്, ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അതൊന്ന് കുറെ വ്യാഖ്യാനിച്ച് കുറച്ച് തെളിവ് സഹിതം പറയേണ്ട കാര്യമായതുകൊണ്ട് ഇപ്പോൾ ആ ഗഹനമായ അല്ലെങ്കിൽ വിലയേറിയ അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ സമയത്തിനകം ഉൾക്കൊള്ളിപ്പിക്കാൻ കഴിയാത്ത വലിയ സംഭവങ്ങളെ എൻ്റെ ഈ സംസാരത്തിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും മുഹ്ലാർ തങ്ങളുടെ അരികിൽ പാണക്കാട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, അത് മാരകമായ പ്രശ്നങ്ങളായപ്പോൾ പരാതി പറയാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നു. അപ്പോൾ സയ്യിദ് മുഹ്ലാർ തങ്ങൾ അവരുടെ പ്രിയപുത്രൻ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ കയ്യിൽ ഒരു ചൂരൽ കൊടുത്തു. ചൂരൽ എന്നിട്ട് പറഞ്ഞു, ഈ ചൂരലേറ്റ് പാണക്കാട് പോയിക്കോ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുഹ്ലാർ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ വാപ്പ തന്ന ചൂരലുമായി പാണക്കാട് വന്നപ്പോ എല്ലാ പൈശാചികമായ ഷെറുകളും, പാണക്കാട് എന്ന വാക്കെന്നെ എല്ലാവർക്കും അറിയല്ലോ, പാണക്കാട് അവിടുത്തെ പൈശാചികമായ സ്വാധീനവും ശൈഥല്യങ്ങളും ഷെറുകളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ആ ചൂരൽ കഷായം കൊണ്ട് മാറി. എല്ലാരെയും അടിച്ചോ എന്നതിന് അർത്ഥമില്ല കേട്ടോ, ചൂരൽ കൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ള അർത്ഥമില്ല, പക്ഷെ അതുകൊണ്ട് തീർന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ മഹാനായ മുഹ്ലാർ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനാണ് പാണക്കാട്ട കുടുംബത്തിലെ പാണക്കാട്ട ഗ്രാമത്തിലെ ആദ്യത്തെ കണ്ണി. ആ സയ്യിദ് ഹുസൈൻ സയ്യിദ് മുഹ്ലാർ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, അവരുടെ വഫാത്തിന് ശേഷം അവരുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുഹമ്മദ് കോയഞ്ഞി തങ്ങൾ, അവരാണ് പാണക്കാട്ടത്തെ മറ്റൊരു മഹാനായ പ്രതിഭ അല്ലെങ്കിൽ പ്രഭ. അവർക്ക് ശേഷം കോയഞ്ഞി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ, ആ ഹുസൈൻ തങ്ങൾക്ക് ശേഷം ഹുസൈൻ തങ്ങളുടെ അനിയനായ സയ്യിദ് അലി പൂക്കോയ തങ്ങൾ. സയ്യിദ് അലി പൂക്കോയ തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പിതാവായ പൂക്കോയ തങ്ങളെ മടിയിൽ ഇരുത്തിയിട്ടാണ് അവർ വളർത്തിയത്. അതുകൊണ്ടാണ് പൂക്കോയ തങ്ങളുടെ മക്കൾക്ക് മുഴുവനും പേരിൽ അലി എന്ന് കൂട്ടിച്ചേർത്തത്. അത് തന്നെ വളർത്തിയിട്ടുള്ള പിതൃവ്യനോടുള്ള കൂറായിരുന്നു. കാരണം പാണക്കാട്ട് കുടുംബം ശുക്രിന്റെയും സബ്റിന്റെയും ഫിക്റിന്റെയും ആളുകളാണ്. അതുകൊണ്ട് ആ ശുക്ർ എല്ലാ മക്കളിലൂടെയും പേര് വെച്ചുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെയാണ് എല്ലാത്തിലും അലി കടന്നു വന്നത്.
അതൊരു ശുക്രിന്റെ ഭാഗമാണ്. ആ പൂക്കോയ തങ്ങളുടെ മടിയിൽ, ആ പൂക്കോയ തങ്ങളുടെ പായയിൽ, ആ പൂക്കോയ തങ്ങളുടെ കസേരയിൽ, ആ പൂക്കോയ തങ്ങളുടെ യാത്രയിൽ, ആ പൂക്കോയ തങ്ങളുടെ നെഞ്ചിൽ, ആ പൂക്കോയ തങ്ങളുടെ മാറിടത്തിൽ, ആ പൂക്കോയ തങ്ങളുടെ തണലിൽ, ആ പൂക്കോയ തങ്ങളുടെ മന്ത്രത്തിൽ, ആ പൂക്കോയ തങ്ങളുടെ തർബീയത്തിൽ, ആ പൂക്കോയ തങ്ങളുടെ മഹബത്തിൽ, ആ പൂക്കോയ തങ്ങളുടെ സഹവാസത്തിൽ, ആ പൂക്കോയ തങ്ങളുടെ സംസ്കരണത്തിൽ, ആ പൂക്കോയ തങ്ങളുടെ സമ്പൽ സമൃദ്ധമായ ആധ്യാത്മിക വികാരങ്ങൾ അടയാളപ്പെടുത്തുന്നതിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എല്ലാ വിഷയത്തിലും A+ വാങ്ങി നല്ല വിജയജേതാവായി രംഗപ്രവേശനം ചെയ്ത ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അവരുടെ പേരിൽ സയ്യിദ് പൂക്കോയ തങ്ങൾക്ക് കൊടുക്കപ്പെടുന്ന ഈ അവാർഡിൽ ഈ മുത്താലിമിനും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് എന്തെന്നല്ലാത്ത സന്തോഷമാണ്, എന്തെന്നല്ലാത്ത പ്രതീക്ഷയുമാണ്, പ്രാർത്ഥനയ്ക്കുള്ള അവസരവുമാണ്. അവർ ജനങ്ങളുടെ ജസദിന്റെയും റൂഹിന്റെയും കവലാളുകളാണ്. പൂക്കോയ തങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് മുഴുവൻ ഔലിയാക്കളാണ്. വലതു ഭാഗത്തേക്ക് നോക്കിയാൽ അവരുടെ പിതാവ് ആധ്യാത്മികമായ ഐനു തൗഹീദിൽ ആറാടി മുത്തും പവിഴവും വാങ്ങി ഒരു വേള സക്കറാനായി മതം നോക്കാതെ ആളുകൾക്ക് കാരുണ്യം വിതറി, ഒരു ഊത്തുകൊണ്ട് മാരക രോഗങ്ങൾ മാറ്റി, ഒരു പുഞ്ചിരി കൊണ്ട് വിരോധങ്ങൾ തീർത്ത് നാടൊട്ടുക്കും അവരുടെ ഒരു വാക്കിനു വേണ്ടി ആളുകൾ അവരെ പൊതിഞ്ഞ് ഓടി നടന്നിരുന്ന മഹാന്മാരായ ഔലിയാക്കളിൽ വലിയൊരു മഹാനായിരുന്നു സയ്യിദ് പൂക്കോയ തങ്ങളുടെ പിതാവ്. അതുകൊണ്ട് വലതുഭാഗത്ത് അള്ളാഹുവിന്റെ മഹാനായ വെളിച്ചമുള്ള തെളിച്ചമുള്ള നക്ഷത്രമായ വലിയായ പിതാവാണ്. ഇനി മറ്റൊരു ഭാഗത്തെ ഇടത് ഭാഗത്ത് അവരുടെ ആധ്യാത്മികമായ പിതാവ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ്. അവർ വിലായത്തുള്ളവരാണ് എന്നതിൽ സംശയിക്കുന്നത് പോലും വിഡ്ഢിത്തമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മുഹയ്യി സുന്ന എന്നത് കൃത്യമായി വ്യാഖ്യാനത്തിന് പഴുതില്ലാതെ ഏത് LKG പഠിക്കുന്ന കുട്ടികൾക്കും നിഷ്പ്രയാസം സ്പഷ്ടമാകുന്ന സുന്നത്തിന്റെ ആളുരൂപമായ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദാണ് അവരുടെ മറ്റൊരു ഭാഗത്ത്. ഇപ്പോൾ അവർക്ക് അവാർഡ് കിട്ടുന്നതോ സൂഫിയായ, ദാക്കിറായ, ആബിദായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലാണ്. ഇതെല്ലാമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. റഹ്മത്തിന്റെ ആളായിരുന്നു, ശുക്രിന്റെ ആളായിരുന്നു, സ്വബറിന്റെ ആളായിരുന്നു, മാനവികത ആളായിരുന്നു, പ്രയാസങ്ങൾ നീക്കുന്ന ആളായിരുന്നു, സഹായത്തിന്റെ ആളായിരുന്നു, ദിക്റിന്റെ ആളായിരുന്നു, ഫിക്റിന്റെ ആളായിരുന്നു, സമസ്തയെ നെഞ്ചിലേറ്റിയ മഹാനായിരുന്നു, ഇൽമിന് പ്രാമുഖ്യം കൊടുത്ത ആളായിരുന്നു, ആലിമീങ്ങളെ ബഹുമാനിച്ച ആളായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടതുമാണ്, വായിച്ചതുമാണ്, ഒപ്പം നടന്ന് ഒപ്പം ജീവിച്ച് മനസ്സിലാക്കിയതുമാണ്. നമുക്കൊക്കെ, എനിക്കും ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടെ പല നാടുകളിലേക്കും പ്രബോധന വീതിയിൽ പ്രഭാഷണ അവസരത്തിന് വേണ്ടി യാത്രക്ക് അള്ളാഹു ധാരാളം അവസരം നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ അളക്കുന്നത് അവരുടെ കൂടെ നടക്കുമ്പോഴാണ്, പരസ്യമായി സ്റ്റേജിൽ വെച്ചുകൊണ്ടല്ല. കൂടെ ചാരിയാൽ, സ്വകാര്യമായി റൂമിൽപ്പെട്ടാൽ, സ്വകാര്യ സംഭാഷണത്തിൽ 2 ദിവസം യാത്ര ചെയ്യുമ്പോൾ അപ്പോഴാണ് ആളുകളെ തിരിച്ചറിയാം. പെട്ടെന്നൊരു സദസ്സിലുള്ള തുണിയും കുപ്പായം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഇന്ന് ഒരാളെയും വിലയിരുത്താൻ പറ്റാത്ത കാലമാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടെ നടന്നാൽ, കൂടെ ജീവിച്ചാൽ, ഒരേ റൂമിലായാൽ മനസ്സിലാവും അവരുടെ ഇബാദത്തിന്റെ ആഴം അത് എത്രയാണ് എന്ന്. പ്രത്യേകിച്ച് ജമാഅത്തിലുള്ള അവരുടെ കാർക്കശ്യം. കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള മഹാനായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ. പക്ഷെ എന്നാലും പാണക്കാട്ട് സുബീക്ക് ജമാഅത്തിന് പള്ളിയിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. മുഅദ്ദിന്റെ കയ്യിൽ ഒരു ചാവി ഉള്ളതിന് പുറമെ പാണക്കാട്ട് ഈ മഹാനായ നേത്ര രാജപദവിയിലുള്ള സയ്യിദിന്റെ കയ്യിൽ മറ്റൊരു ചാവി ഉണ്ടായിരുന്നു. പാണക്കാട്ട പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് സുബീക്ക് തങ്ങൾ പോകുന്ന ആ രംഗൊന്ന് കാണേണ്ടതാണ്. ഞാൻ 2 പ്രാവശ്യം തങ്ങളെ കാണാൻ പോയത് സുബീ സമയത്താണ്. കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ പോവാണ്. ആ രംഗം വല്ലാത്ത രംഗം. ആ പാണക്കാട് മാത്രം കാണുന്ന രംഗമാണ്. സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് അപ്പോഴേക്ക് പള്ളിയിൽ കയറാൻ പറ്റണവരും പള്ളിയിൽ കയറി കൂടാത്തവരും ഉണ്ടാകും. കാരണം എല്ലാ മദ്രസവും ഞങ്ങളെ കാത്തുക്കുന്നുണ്ടാവും. എല്ലാവരും പുറത്ത് കാത്തിക്കാൻ. തങ്ങൾ കണ്ട് പുറത്തിറങ്ങിയാൽ കുറിയും നിസ്കാരത്തേമ്പും കുരിശിന്റെ മാലയും എല്ലാം കൂടി കലർന്നിട്ട് ഒരു വൻ പട. അങ്ങനെയാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നത്. ആ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് മാനവികതയിലും കാരുണ്യത്തിലും സ്നേഹത്തിലും സാവർത്തിത്വത്തിലും വിശാല മനസ്കതയിലുമൊക്കെ വേറിട്ട മുദ്ര പതിച്ച് ഇന്നും ഹൃദയത്തിന് നോവായി, ഇന്നും നാവിന് അവരെ പ്രശംസിക്കുമ്പോൾ ആവേശമായി, അവരുടെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിനും മരുന്നായി, നമ്മുടെ ജീവിതത്തിന്റെ ധീരതക്ക് ധൈര്യത്തിന് സമസ്തക്ക് താങ്ങും തണലുമാകാൻ
നമുക്ക് എന്തും ചെയ്യാനും ഒപ്പം നടക്കാനും ആ തങ്ങൾ നൽകിയ ചരിത്രാധ്യായത്തിലെ പ്രചോദനം ഇന്നും നമ്മുടെ ആന്തരിക ഇന്ധനമാണ്. എല്ലാ നന്മകൾക്കും അനശ്വരമായ സ്മരണകൾ ഇട്ടേച്ച് ഇന്നും അവരുടെ സൗഭാഗ്യ നക്ഷത്രങ്ങൾ നമ്മുടെ കൂടെ പ്രോജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ആ മഹാനായ തങ്ങളുടെ ഓർമ്മയിലുള്ള ഈ അവാർഡ് സയ്യിദ് പൂക്കോയ തങ്ങൾ, അൽഹംദുലില്ലാ, പൂക്കോയ തങ്ങളുടെ ഓരോ വാക്കും കേൾക്കാൻ വലിയ വലിയ ആളുകൾ പോലും കാത്തിരിക്കാറുണ്ട്. പൂക്കോയ തങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ല. ഞാൻ ഓർക്കുന്നത് ഒരു മഹാന്റെ ഡയലോഗാണ്. കിതാബ് ഓതിപ്പടിച്ച ഒരാലിമിനോട് ഓതിപ്പടിക്കാതെ അള്ളാന്റെ മാരിഫത്ത് കയ്യിലാക്കിയ ഒരാൾ പറഞ്ഞു, നീ മയ്യിത്തായ കിതാബിൽ നിന്നാണ് പഠിച്ചത്, ഞാൻ ഹയ്യായ കിതാബിൽ നിന്നാണ് പഠിച്ചത്, ആ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. വിശദീകരിക്കാതെ എല്ലാവർക്കും മനസ്സിലാവില്ല എന്നാ തോന്നുന്നത്. നീ ഓതി പഠിച്ചതൊക്കെ മയ്യിത്തായ കിതാബ് എന്നാണ്, ഞാൻ ഇൽമ വാങ്ങിയതൊക്കെ ഹയ്യായ കിതാബിൽ നിന്നാണ്. ആ ഒരു വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. എന്താണ് പറഞ്ഞത്? കിതാബുകൾ ഓതിപ്പടിച്ച് അതിനുള്ള അമീർ മടക്കി ഇബാറത്ത് ശരിയാക്കി കിട്ടുന്ന ഒരു ഇൽമുണ്ട്, അത് നല്ല ഇൽമാണ്, അതിനൊരിക്കലും താഴ്ത്താൻ പാടില്ല, നല്ല ഇൽമാണ്. പക്ഷേ ജനങ്ങളെ കൂട്ടത്തിൽ ചില കിതാബുകളുണ്ട്, ചലിക്കുന്ന സഹീഹ് ബുഖാരി, ചലിക്കുന്ന സഹീഹ് മുസ്ലിം, ചലിക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ, അത് ആളുകളാണ്. അങ്ങനെ ചലിക്കുന്ന സഹീഹ് ബുഖാരി ആയിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്, ചലിക്കുന്ന സഹീഹ് ബുഖാരി ആയിരുന്നു ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങൾ, ചലിക്കുന്ന സഹീഹ് ബുഖാരി, ചലിക്കുന്ന സിഹാവ് സിത്ത, ചലിക്കുന്ന ഫത്വൽ മുഈന്, ചലിക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ, ആ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ നടന്നുകൊണ്ട് അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും നന്നായി പഠിച്ച് മനസ്സിലാക്കിയ, അവരുടെ അക്കലും വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി അവകാശപ്പെടുത്തിയ അല്ലെങ്കിൽ കൈവല്യമാക്കിയ മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാന് അടുത്ത് ഖദർ ഖലാവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് സമയമെടുത്ത് ചിന്തിച്ച് അതിൻ്റെ എല്ലാ മൂലക്കലും എത്തി. അതിനു വേണ്ടി ഒരുപാട് കിതാബ് റെഫർ ചെയ്ത ആളാണ്. നമുക്കൊരു വിഷയത്തിൽ സംശയം വന്നാൽ പിന്നെ അതിന് സമാധാനമുള്ള ഒരു ജവാബ് കിട്ടുന്നവരെ ഉറക്കം വരില്ല. അപ്പോൾ യാത്രയിലും ഒക്കെ ഇതിങ്ങനെ ഒരു നല്ലൊരു ഏരിയക്ക് എത്തണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ കിതാബും മറ്റും വെച്ചിട്ട് അവസാനം എൻ്റെ അക്കലും വെച്ചിട്ട് ഞാനൊരു സ്ഥലത്തെത്തി. അന്ന് എനിക്ക് വന്ന് ഇതിന്റെ മേലഞ്ഞപ്പോൾ ആർക്കും പറയാൻ കഴിയില്ലാണ്, നമ്മൾ അഹങ്കാരം കൊണ്ട് തോന്നിപ്പോയതാണ്. അത് ഞാനത് വേറൊരു ഉസ്താവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഈ വിഷയം പൂക്കോയ തങ്ങൾ എന്നോട് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടാണ് പറഞ്ഞു. സത്യത്തിൽ അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. ഇങ്ങനൊരു ഉദാഹരണം വെച്ചുകൊണ്ട് ഈ സംഗതി മനസ്സിലാക്കി എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നിയതാണ്. അവർക്ക് അൽഹംദുലില്ലാ ഹിറാ ഗുഹയ്ക്ക് ഇറങ്ങിയത് വഹയാണെങ്കിൽ ആ യഥാർത്ഥ വഹി പിന്നില്ല എങ്കിലും വഹയിന്റെ അലയൊലിയുണ്ട്. അതാണ് മഹാന്മാരുടെ ഹൃദയത്തിൽ ഇറങ്ങിയ നല്ല നല്ല വെളിച്ചവും തെളിച്ചവുമുള്ള ജ്ഞാനങ്ങൾ. അത് മഹാന്മാരുടെ കൂടെ നടന്നാൽ കിട്ടും. ബഹുമാനപ്പെട്ടവരുടെ ഒരു സമയത്തുള്ള ഒരു ക്ലിപ്പ് ഒരാൾ എനിക്ക് കേൾപ്പിച്ചു തന്നു. ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഈ സിഹിർ വ്യാപകമായി നടക്കുന്നുണ്ട്, ചില വീട്ടിൽ പറമ്പിൽ നിന്നൊക്കെ ഒരു സാധനം കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കുഴിച്ചെടുത്താൽ പിന്നെ ഉറപ്പായല്ലോ ആരോ കുഴിച്ചിട്ടാണ്. അപ്പൊ പിന്നെ ഈ തത്സമാധാരം പറഞ്ഞത് ശരിയാണ്, ഈ കാര്യം ഇന്നാൾ കുഴിച്ചിട്ട്. പൂക്കോയ തങ്ങളെ തിരുത്തുകയാണ്. പൂക്കോയ തങ്ങൾ തിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പ് ഒരാൾ എനിക്ക് കേൾപ്പിച്ചു തന്നു. അതൊന്നല്ല, സുലൈമാൻ ഇസ്ലാമിന്റെ ജിന്നുകളെ കൂട്ടത്തിൽ ഒരു ജിന്ന് പറഞ്ഞില്ലേ, ബിൽക്കിസ് രാജന്റെ കൊട്ടാരം ഞാൻ ഇവിടെ ഞൊടിയിടയിൽ എത്തിച്ചേരാന്ന് പറഞ്ഞില്ലേ, അത് ജിന്നുകളെ കഴിവല്ലേ. അങ്ങനത്തെ ജിന്നുകൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഈ കുപ്പി ഒന്ന് കുഴിച്ചിട്ടൂടെ എന്ന് വെച്ച് ആ സംഗതി ഒക്കെ അവിടെ നിർവീര്യമാണ്. ഇനി കിതാബിന്റെ ഇബാർത്തൊന്നും പറയണ്ട. ഇങ്ങനെ ഗഹനമായ കാര്യങ്ങൾ അവരുടെ കരവിരുത് കൊണ്ട് മലയാളക്കരയിലും അല്ലാത്ത സ്ഥലങ്ങളിലും വസ്വാസ് തീർക്കാൻ പ്രത്യേക സിദ്ധിയുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങളെ ഇനിയും ഞാൻ പ്രശംസിച്ചുകൊണ്ട് കല്ലേറ് കൊണ്ട് ഉപദ്രവിക്കണില്ല. എനിക്കത് പൂ കൊണ്ട് എറിയുന്ന പോലെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ട് അത് കല്ലേറ് പോലെ തോന്നും. ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കണില്ല. അതുകൊണ്ട് ഇത് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു അവാർഡായി മാത്രം ഞാൻ മനസ്സിലാക്കണില്ല. ഇത് അദ്ദേഹത്തിന്റെ ഇഖ്ലാസിനുള്ള അവാർഡാണ്, അദ്ദേഹത്തിന്റെ ജ്ഞാനശേഷിക്കുള്ള അവാർഡാണ്, അദ്ദേഹത്തിന്റെ ആന്തരിക സൗന്ദര്യത്തിനുള്ള അവാർഡാണ്, അദ്ദേഹത്തിന്റെ പക്വതക്കുള്ള അവാർഡാണ്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിനും കാരുണ്യത്തിനും അദ്ദേഹത്തിന്റെ ചേർത്തിപ്പിടിക്കലിനും അദ്ദേഹത്തിന്റെ കൊടുക്കലിലും വാങ്ങലിലും പകരലും നുകരലും എല്ലാത്തിനുമുള്ള അവാർഡാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ വന്നിട്ടുമില്ല. ഇവിടെ എല്ലാ മതസ്ഥരുമുണ്ട് എന്ന് എൻ്റെ സഹോദരൻ എന്നെ അറിയിക്കുകയുണ്ടായി. മഹാനായ തങ്ങളുപ്പാപ്പാക്ക് കിട്ടുന്ന അവാർഡിൽ സാന്നിധ്യം കൊണ്ടും സ്നേഹം കൊണ്ടൊരു ഒപ്പുവെക്കാൻ ഈ പൂർവാഹനത്തിന്റെ സന്തോഷ സമാഗത്തിൽ അണിചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ലയിച്ചു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എന്റെ ഇതര മതസ്ഥരായ മുഴുവൻ സഹോദരന്മാർക്കും ലോകാ സമസ്ത സുഗുണ ഭവന്ത് എന്ന പ്രോജ്വലമായ
മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്റെ സന്ദേശം ഞാൻ നേർന്നുകൊണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മുത്തുനബിയുടെ കാരുണ്യത്തിന്റെ അലയൊലിയായി, ആ പ്രകാശരേണുവിലെ പുത്രനായി പൗത്രനായി സയ്യിദ് പൂക്കോയത്തങ്ങൾ മഹാനായ 40ാമത്തെ പൗത്രന്റെ പേരിലുള്ള അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ മലയാളക്കരയിലെ ഒരു മുത്തഅല്ലിമായ പ്രഭാഷകൻ എന്ന നിലയിൽ ഈ നാടിൽ നിന്ന് ഈ സദസ്സ് പിരിഞ്ഞു പോയാലും എന്നേക്കും അനശ്വര സ്മരണയായി ശേഷിക്കുന്ന സൗഭാഗ്യ അധ്യായമായി ഇതിവിടെ നിൽക്കും, ഇതിവിടെ പ്രോജ്വലിക്കും. ആ തണലിലായി ഇനിയും ഈ മഹത്തായ സംരംഭം, സ്ഥാപനങ്ങൾ തഴച്ചു വളരട്ടെ എന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വറഹ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം تجاوز عن أمة سيدنا محمد صلى الله عليه وآله وسلم اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين. ഉദ്ഘാടനത്തിന് മുമ്പും എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നതിൽ ഈ സദസ്സിനോട് ഒന്നടങ്കം പ്രത്യേകിച്ച് നേതാക്കളോട് ക്ഷമ ചോദിച്ച് വളരെ